ഹലോ, എൽമസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. സ്കൂൾ തുറക്കുന്ന ടൈമിൽ തിരക്കുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബർ ഒരു സംശയം ചോദിച്ചിരുന്നു. ഈ കഫ് കോളർ കോട്ട് തയ്ക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ എല്ലാം മുന്നിലത്തെ അത്രയും തന്നെ പുറകിലെടുത്താൽ കുറലായി പോവില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് കഫ് കോളർ കോട്ടാണ്. അപ്പോൾ നമുക്ക് അളവ് എഴുതി വെക്കാം. നമുക്ക് തേരുവശം ഒന്ന് ലെവലാക്കാം. നമുക്ക് അടിവശം ഒന്ന് ലെവലാക്കാം. അതിനുശേഷം നമുക്ക് ഇറക്കം പിടിക്കുന്നതിന് മുൻപ് നമുക്ക് 1.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടിയിടണം. ഒന്നര ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടിയിട്ടു. അത് നമ്മളിവിടെ വരച്ചു. ഇത് നമുക്കിതിൻ്റെ ഈ 1.5 അടയാളപ്പെടുത്തിയതിന് മുകളിലേക്കാണ് നമ്മൾ ഇറക്കം പിടിക്കുന്നത്. നമുക്ക് 22.5 തയ്ച്ച് തീരുമ്പം കിട്ടേണ്ടത്. അതിന് നമ്മൾ 23 മുകളിലത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ 23 ഇവിടെ ഈ 1.5 അടയാളപ്പെടുത്തിയെടുത്ത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് മുകളിലേക്ക് അടയാളപ്പെടുത്തുകയാണ്. നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി. നമുക്ക് ഈ തേരുവശം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എക്സ്ട്രാ പീസാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ തേരുവശം ആവശ്യമില്ല. ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. 17 അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 8.5 ഇഞ്ച്. അപ്പം 8.5 നമ്മളിവിടെ അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മടക്കി വെക്കേണ്ടതുണ്ട്. അതായത് ഹാഫ് കോളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് വശം ഇങ്ങോട്ട് മടക്കി വെക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ 8.5 9.5 1.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ കൂടെ കൂടുതലെടുത്തു. അപ്പം നമുക്ക് വന്നത് 10 ഇഞ്ച് നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇതിപ്പോൾ ഒരു 8-ലോ 9-ലോ പഠിക്കുന്ന കൊച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 ഇഞ്ച് കഴുത്തിറക്കം എടുക്കുന്നുണ്ട്. അകലം നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ച്. 4 ഇഞ്ച് കഴുത്തിറക്കവും അകലം 2 ഇഞ്ച് എടുക്കും. ഈ കഴുത്തിറക്കം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പൊക്കത്തിനനുസരിച്ച് ഇറക്കത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ കൊച്ചിൻ്റെ കണക്കാണ് പറയുന്നത്. 4 ഇഞ്ച് നമ്മൾ കഴുത്തിറക്കം എടുത്തു. അത് നമ്മൾ യു വരച്ചു. ഇനി നമുക്കിവിടെ ഒരു 1.25 ഇഞ്ച് നമ്മൾ താത്തി അടയാളപ്പെടുത്തി. വീണ്ടും നമ്മൾ ഒരു 1.5 ഇഞ്ച് താത്തി അടയാളപ്പെടുത്തി. ഇത് നമ്മുടെ ഹാഫ് കോളറിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ 1.25-ലേക്ക് ഈ കഴുത്തിൻ്റെ അടയാളപ്പെടുത്തി എടുത്തുനിന്ന് ഈ 1.25-ലേക്ക് നമ്മൾ ചെരിച്ച് വരച്ചു. അവിടെ നമ്മൾ 1.5 ഇഞ്ചിലേക്ക് വീണ്ടും ചെരിച്ച് വരച്ചു. ഇതാണ് നമ്മുടെ ഹാഫ് കോളറിൻ്റെ ഷേപ്പ് എടുക്കുന്നത്. നമ്മൾ കഴുത്തിൻ്റെ താഴെ ഷേപ്പ് വരച്ചു. ഇനി ഇത് നേരെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. ഈ യു ഷേപ്പ് വരയ്ക്കുക. ഈ 1.25 അടയാളപ്പെടുത്തി 1.5 അടയാളപ്പെടുത്തി ഷേപ്പ് വരയ്ക്കുക. ഷോൾഡർ നമ്മൾ ഈ 1.5 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷേപ്പ് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ട് മടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ കുറവായി പോകാതിരിക്കാനാണ് നമ്മൾ 1.5 ഇഞ്ച് കൂടുതലെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 1 അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് 34 ചെസ്റ്റ് വണ്ണം വരുന്നത്. 34-ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടണം. നമുക്ക് 38 വന്നു. 38-ൻ്റെ 4/1 നമ്മൾ കാണേണ്ടത്. അപ്പോൾ 38-ൻ്റെ 4/1 എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അത് നമുക്കിവിടെ ചെസ്റ്റ് അളവിൽ 9.5 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ച് ലൂസ് കൂട്ടി. പക്ഷെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 10.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നമുക്ക് 30 ഇഞ്ചായിരിക്കും വണ്ണമുള്ളത്. അപ്പോൾ 30-ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 34 വന്നു. 34-ൻ്റെ 4/1 അവിടെ അടയാളപ്പെടുത്തണം. 8.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസ് കൂട്ടുന്നു.
അപ്പൊ നമുക്ക് 9.5 ഇഞ്ച്. ഇനി നമുക്ക് സ്ലിറ്റിന്റെ സൈഡ് അവിടെ 35 വരുന്നത്. 35ന്റെ കൂടെ 4 കൂട്ടുന്നു, 39 വരുന്നു. 39ന്റെ 4 എന്ന് പറയുന്നത് 9.25 9.25ന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുന്നു, അപ്പൊ 10.25. ഈ 1 ഇഞ്ച് കൂട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലായിട്ട് നമ്മുടെ ശരീരത്തേക്ക് നേരെ ഇടുവല്ല ചെയ്യുന്നത് കോട്ട്. നമ്മുടെ ചുരിദാറിന്റെ പാൻറ്റിന്റെ മുകളിലായിട്ട്, ഒരു ഡ്രസ്സിന്റെ മുകളിലായിട്ടാണ് കോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടിയതിന്റെ പുറമെ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തുമ്പോൾ 1 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കും. നമുക്കിവിടെ 9.5 അത് നമ്മൾ 10.5 അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് 8.5 അത് നമ്മൾ 9.5 അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് 9.25 ഇവിടെ നമ്മൾ 10.25 അടയാളപ്പെടുത്തി. ഇങ്ങനെയാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചോദിക്കും ഇത്രയും മണ്ണൊക്കെ കൂട്ടേണ്ടതുണ്ടോന്ന് ചോദിക്കും. പക്ഷെ കൂട്ടാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു ഡ്രസ്സിന്റെ മുകളിലാണ് കോട്ടായിട്ട് വരുന്നത്. അപ്പം അത് തന്നെയല്ല, ഈ പീസ് നമ്മൾ കോട്ടിടുമ്പോൾ മുകളിലേക്ക് കയറി വരും, ബട്ടൺസ് ഇടാൻ വേണ്ടി മുകളിലേക്ക് കയറിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ 1 ഇഞ്ച് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തുമ്പോൾ ലൂസ് കൂട്ടിയതിന്റെ പുറമെ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂടുതൽ ഇട്ടിട്ട് വണ്ണം അടയാളപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് തലത്തുമ്പം കൂടെ അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് നമ്മൾ തലത്തുമ്പം ഇട്ടു. നമ്മൾ 1.5 ഇഞ്ച് തലത്തുമ്പം അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് താഴെ വശത്ത് നമ്മൾ 4 ഇഞ്ച് സ്ലിറ്റിനായിട്ട് അടയാളപ്പെടുത്തി. ഇത് നമ്മുടെ സ്ലിറ്റാണ്. ഇത് കോട്ടിന്റെ സ്ലിറ്റിനുള്ള ഭാഗമാണ്. പിന്നെ നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഷോൾഡറിൽ നിന്നും നമ്മൾ 1.25 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. 1.25 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു, അത് വരച്ചു. ഇനി നമുക്ക് കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നമ്മൾ 6 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തും. നമുക്കത് കൈക്കുഴി വരയ്ക്കും. ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റിയാണ് നമ്മൾ കൈക്കുഴി വരച്ചെടുക്കുന്നത്. നമ്മൾ കോട്ടിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഫ്രണ്ട് വശം. നമുക്ക് ഇത് ഇരുവശം കട്ട് ചെയ്ത് കളയാം. ഷേപ്പ് കട്ട് ചെയ്യാം. കാലിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് തള്ളിച്ചാണ് ഫ്രണ്ടിൽ കൈക്കുഴി കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറകുവശമാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് വെട്ടിക്കഴിഞ്ഞ് ആ പീസ് നമ്മൾ നേരെ തിരിച്ചിടുന്നു. ഷോൾഡർ വശം, അതായത് മടക്കിയ വശം നമ്മുടെ നേരെയായിട്ടിടുന്നു. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് എടുത്ത് വെച്ചിട്ട്, നമ്മളിപ്പം വെട്ടിയ ഫ്രണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ 1/4 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് വലിച്ചിടുന്നു. അതായത് ഇതിങ്ങനെ പുറകുവശം നമുക്ക് 1/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ വണ്ണത്തിൽ ഇടുന്നത്. വണ്ണം ഇങ്ങനെ തന്നെ നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. കാരണം അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ വേറെ ഒന്നും കൂട്ടുന്നില്ല. ഇത് സെയിം. ഇത് നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുത്തു. അതിനുശേഷം നമുക്ക് ഈ മുകൾ വശത്ത് നമുക്ക് 1.5 ഇഞ്ച് കൂടുതലെടുക്കണം. നമുക്ക് ടോട്ടൽ വരുന്നത് 26. ഇവിടെ വരുന്നത് നമുക്ക് ഫ്രണ്ട് വശത്തെ ഇറക്കം വരുന്നത് 24.5. അപ്പോൾ നമ്മൾ 1.5 കൂട്ടി എടുക്കുമ്പോൾ നമുക്ക് 26.5 വന്നു.
അപ്പൊ നമുക്ക് അടയാളപ്പെടുത്താം. മുകൾ വശത്താണ് നമ്മൾ കൂട്ടുന്നത്, താഴെ വശത്തല്ല. ഇവിടെ നമ്മൾ 1.25 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. അത് നമ്മൾ സ്ലോപ്പ് കൊടുത്തു. അപ്പൊ നമുക്ക് കറക്റ്റ് ഇവിടെ 1.5, ഇവിടെ 1.5, കൃത്യം നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് വശത്തേക്കാളും പുറകു വശം നമ്മൾ കൂട്ടിയെടുത്തു. ഇതാണ് പുറകു വശം വന്നിട്ടുള്ളത്, നമ്മൾ കൂട്ടിയെടുത്തു. ഇനി നമ്മൾ ഷോൾഡറാണ് അവർ സംശയം ചോദിച്ചത്. ഫ്രണ്ട് വശത്ത് നമ്മൾ ഷോൾഡർ കൂടുതൽ എടുക്കുമ്പോൾ പുറകു വശത്തത് കൂടുതലായി പോകില്ല എന്ന് ചോദിച്ചത്. അപ്പൊ അതിനുള്ള മറുപടിയാണ് നമ്മൾ 17 നമുക്ക് ഷോൾഡറിന്റെ അളവ് വന്നിട്ടുള്ളത്. 17, അതിന്റെ പകുതി എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. ആ 8.5 ഇഞ്ചിന്റെ കൂടെ 4 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് കൂട്ടുന്നു. അപ്പൊ 8.25. ആ 8.25 നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതേ അളവിൽ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യില്ല. നമ്മൾ കൃത്യം ഷോൾഡർ എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രം. അതായത് നമ്മൾ പീസ് വെച്ചായിരിക്കും നമ്മൾ മിക്കവാറും ഈ കൈക്കുഴി അടിച്ചു മറിക്കുന്നുണ്ടാവുക. മടക്കിയാ തയ്ക്കുന്നെങ്കിൽ നമുക്ക് ഇതേ അളവ് കൊടുക്കാം. പക്ഷെ നമ്മൾ പീസ് കൊടുത്താണ് തയ്ക്കുന്നെങ്കിൽ, ക്രോസ് പീസ് കൊടുത്താണ് തയ്ക്കുന്നെങ്കിൽ 4 ഇഞ്ച് മാത്രമാണ് നമുക്ക് ഷോൾഡറിന്റെ കൂടെ കൂട്ടേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ 8.25, 8.5 നമുക്ക് വേണ്ടത്. നമ്മളിവിടെ 8.25 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴി വരയ്ക്കണമെങ്കിൽ ഇതിനെ ഇങ്ങനെ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് നേരെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ കുഴിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫ്രണ്ട് വശത്ത് നമ്മൾ ഇത് കുഴിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ അത്രയും കുഴിക്കില്ല. കാരണം നമ്മൾ 1/2 ഇഞ്ചോളം നമ്മൾ പുറത്തേക്ക് തള്ളിച്ചാണ് പുറകുവശം വരയ്ക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഫ്രണ്ട് വശവും പുറകുവശവും ഒരുപോലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് ആവശ്യമാണ്. പക്ഷേ ഷോൾഡർ നമ്മൾ കൃത്യം 4 ഇഞ്ച് മാത്രമാണ് നമുക്ക് വേണ്ട. ഷോൾഡറിൻ്റെ കൂടെ 4 ഇഞ്ച് മാത്രമാണ് നമ്മൾ പുറകിൽ കൂട്ടുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ 1.5 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നത്. അതിന് കാരണം നമ്മൾ ഈ ഷേപ്പ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ മടക്കി വെക്കണം. അതാണ് നമ്മുടെ കോട്ടിന്റെ ഷേപ്പ് വരുന്നത്. അങ്ങനെ മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഫ്രണ്ടിൽ കൂട്ടി കൊടുക്കുന്നത്. അപ്പം കണ്ടോ, നമുക്ക് ഷോൾഡർ കൃത്യമായിട്ട് ഇവിടെ കിട്ടണം. നമ്മൾ മടക്കി തയ്ച്ചാൽ നമുക്ക് ഷോൾഡർ കൃത്യമായിട്ട് കിട്ടേണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ 1.5 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിറക്കം, പുറകിലത്തെ കഴുത്തിറക്കം. നമ്മൾ 1 ഇഞ്ച് നമ്മളിവിടെ കഴുത്തിറക്കം കൊടുത്തു. അകലം ഇത് തന്നെ, ഈ 2 ഇഞ്ച് തന്നെ നമ്മൾ കഴുത്തകലം കൊടുക്കും. അത് നമുക്ക് വരയ്ക്കാം. അപ്പൊ നമ്മൾ കഴുത്തും വരച്ചു, ഷോൾഡർ വരച്ചു, കൈക്കുഴി വരച്ചു. കൈക്കുഴി ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതായത് ഫ്രണ്ടിൽ നമ്മൾ 1/2 ഇഞ്ച് തള്ളി കുഴിച്ചു വെട്ടുമ്പോൾ പുറകിൽ നമ്മൾ 1/2 ഇഞ്ച് മാറ്റിയാണ് വെട്ടുന്നത്. ഇത്ര. ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് കോട്ടിന്റെ പുറകും മുന്നും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കീശയുടെ വലതുവശത്ത് നമ്മൾ കീശയ്ക്കായിട്ട് അടയാളപ്പെടുത്താം. നമ്മൾ കീശ അടയാളപ്പെടുത്താണ്. ഫ്രണ്ടില് നമുക്കൊരു 16.5 ഇഞ്ച് കീശയ്ക്കായിട്ട് ഇറക്കം അടയാളപ്പെടുത്താം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിന്റെ ഇവിടം എൻഡിങ് തീരുന്നത്. അവിടെ നിന്ന് നമുക്ക് 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2.25 ആയാലും മതി. നമ്മളിങ്ങോട്ട് മാറ്റി അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് നമുക്ക് 4.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ചോളം അടയാളപ്പെടുത്തുക. നമുക്ക് കീശ അടയ്ക്കാൻ 4.5 ഇഞ്ച് അകലും 1/2 ഇഞ്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് 2.5 അവിടെ നിന്ന് 16.5, മുകളിൽ നിന്ന് 16.5, സൈഡിൽ നിന്ന് 2.25, 2.5 അടയാളപ്പെടുത്തുക. കീശയുടെ നീളം വരുന്നത് 4.5 ഇഞ്ചാണ്. ഇത് അടിക്കാനുള്ള നമ്മൾ പെട്ടി സൈസ് പോലെ ആക്കിയിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ്
ആ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഗീശയ്ക്ക് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ സൈഡ് പീസ്, അതായത് ഫ്രണ്ടിൽ നമ്മൾ കഴുത്തിന്റെ ഈ ഷേപ്പിൽ വരുന്ന ഈ പീസാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പുറകിൽ ടക്കിടുന്നുണ്ട്. നമ്മൾ 10.5 ഇഞ്ച് താത്തിയിട്ടാണ് ടക്കിടുന്നത്. ടക്കിന്റെ നീളം വരുന്നത് നമ്മുടെ സ്ലിറ്റ് 4 ഇഞ്ചാണ്. ഇപ്പൊ അത്ര നമ്മൾ താഴേക്ക് ഇറക്കാതെ നമ്മളൊരു 7 ഇഞ്ചില് അല്ല 7.5 ഇഞ്ചില് നമ്മൾ ടക്കിനാണ് അടയാളപ്പെടുത്തി. അകലം കൊടുക്കുന്നത് ഒരു 34 ആയതുകൊണ്ട് 3.5 ഇഞ്ച് കൊടുക്കും. ചിലർ ഇങ്ങനെ ടക്ക് താഴേക്ക് ഇറക്കി എടുക്കും. അപ്പോൾ എന്നാ വെച്ചാൽ സ്ലിറ്റിന്റെ അവിടെ നമുക്ക് ടൈറ്റ് ആയി പോകും. ചുരിദാറിനായാലും കോട്ടനായാലും അതൊരു നിശ്ചിത അകലം, നമ്മുടെ വേസ്റ്റ് അളവിന്റെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒതുങ്ങി ചുളുക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ടക്ക് കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ താഴേക്ക് സ്ലിറ്റിന്റെ ഹിപ്പിന്റെ അങ്ങോട്ട് ഇറങ്ങാതെയാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ആ പീസ് വെട്ടിയെടുക്കാം, അതായത് ഫ്രണ്ടിലത്തെ ഷേപ്പിന്റെ പീസ് വെട്ടിയെടുക്കാം. നമുക്കിനി ഇത്രയും തുണിയാണുള്ളത്. ഈ 1 മീറ്റർ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും തുണിയെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടാലേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കം കിട്ടിയാലേ നമുക്ക് ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടു. അല്ലാതെ നമുക്ക് ഇങ്ങനെ നീങ്ങാൻ കിട്ടത്തില്ല. ഇരുവശം ഇറക്കമായിട്ട് തന്നെ നമുക്ക് ഈ ഷേപ്പിന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു. അതിനുശേഷം നമുക്ക് മുകൾ വശത്ത് മടക്കി വെക്കേണ്ടതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 4.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് തുണി ഉള്ളതുപോലെ 5 ഇഞ്ച് നമുക്ക് ഷേപ്പ് വേണം, അതായത് വീതി വേണം. താഴേക്ക് വരുംതോറും കുറഞ്ഞു വരാം. ഇവിടെ 4 മതി. ഇവിടെ നമുക്കൊരു 5-5.5 എങ്കിലും വേണം, അല്ലെങ്കിൽ നമുക്ക് മടക്കി വെക്കുമ്പോൾ അത് വൃത്തിയായിട്ടിരിക്കുകയില്ല. നമ്മൾ ഷേപ്പ് വെട്ടാൻ വേണ്ടി വരച്ചു, അടയാളപ്പെടുത്തി. നമുക്കിത് ഈ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഈ കഴുത്ത് ഇങ്ങനെ തന്നെ വരയ്ക്കുക, ഈ ഷേപ്പ് വരയ്ക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മളിങ്ങോട്ട് വരച്ചു. നമ്മൾ ആ പീസിന്റെ വണ്ണം എടുത്തേക്കുന്നത് 5.5 ഇഞ്ച്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല. അതിപ്പം ഒരു 6 ഇഞ്ച് തുണി ഉണ്ടെങ്കിൽ 6-6.5 ഇഞ്ച് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. താഴ്വശത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് വണ്ണം വീതി കുറഞ്ഞു മതി. ഒരുപാട് വീതി കിടക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഷേപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളത് വരച്ചെടുത്തു. ഇങ്ങനെ ഷേപ്പ് വരയ്ക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ നേരെ ഇങ്ങ് വരച്ചാലും കറക്റ്റാണ്. ഇപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഷേപ്പിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അത് മടക്കി അടിക്കുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ നമ്മളതും നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളതും വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കീശയ്ക്കുള്ള തുണി കൂടെ വെട്ടിയെടുത്താൽ ക്രോസ് പീസ്, കീശയെ ക്രോസ് പീസ് വെട്ടിയെടുത്താൽ നമുക്ക് കോട്ട് തയ്ച്ചു തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് കീശയ്ക്കുള്ള തുണി എടുക്കാം. കാരണം നമുക്ക് 4.5 ഇഞ്ച് വീതി കിട്ടേണ്ടതാണ്. 4.5 ഇഞ്ച് വീതി കിട്ടിയാൽ പിന്നെ നമുക്ക് 2 വശവും മടക്കി തയ്ക്കാനുള്ള വീതിയും കൂടെ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 7 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുക്കാം. ഇറക്കം വരേണ്ടത് സാധാരണ ഒരു 10-12. ഗീശയുടെ തുണിയുടെ ഇറക്കം വരേണ്ടത് ഒരു 10-15-16 ഒക്കെ എടുക്കാം. കാരണം നമുക്ക് മടക്കി തയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു, ഇതിപ്പം 2 ആക്കി മടക്കിയതാണ്. അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്.
7 ഇഞ്ച് വീതി മതി. ഇറക്കം നമുക്ക് 16 15 ഒക്കെ മതി. ഇപ്പം ഞാൻ നമുക്കൊന്നും ഇങ്ങനെ തയ്ച്ചു, അതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി വെക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ കീശയ്ക്കുള്ളത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ക്രോസ് പീസ്, നമ്മുടെ കൈക്കുഴി അടിച്ച് മറയ്ക്കാൻ വേണ്ടി നമുക്ക് ക്രോസ് പീസും കൂടെ കട്ട് ചെയ്യാം. തെറ്റിപ്പോകുന്നവർക്ക് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ക്രോസ് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കീശയ്ക്കുള്ളതും ഫ്രണ്ട് പീസിനുള്ളതും വെട്ടിയെടുത്തു, ക്രോസ് പീസും നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഇതിലൂടെ തയ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. പകരം ഞാൻ തയ്യൽ വീഡിയോ, വേറൊരു തയ്യൽ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം.